ഒന്ന് ചെയ്യല്, എന്നെ വെറുതെ വിടണേ. അയ്യോ അയ്യോ രക്ഷിക്കണേ, എന്നെ വെറുതെ വിട്ടേക്ക്. അയ്യോ ഒന്ന് ചെയ്യല്. പുതിയ ടി വി, പുതിയ കാറ്, പുതിയ വീട്. ചേട്ടനപ്പ ലോട്ടറി അടിച്ചല്ലോ. അതേടാ, എനിക്ക് കുബേരന്റെ നിധി പോലെ ഒരു നിധി കിട്ടിയിരിക്കുകയാണ് മോനെ. അതാ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ചേട്ടാ എത്തിപ്പോയി. ഹലോ, വെൽക്കം വെൽക്കം. നമുക്ക് ട്രേഡ് മില്ലിൽ ഓടിക്കൊണ്ട് തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. പന്തയം വെച്ച് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്റെ വക വില പിടിച്ച സമ്മാനങ്ങൾ കിട്ടും. അതൊക്കെ ശരിയാക്കാം. 5 മാസം കൊണ്ട് ചേട്ടന്റെ 50 കിലോ കുറച്ചാൽ ചേട്ടൻ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ സമ്മാനം തരും. അതല്ലേ? അത് മാത്രമല്ല പന്തയത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അഥവാ നിങ്ങൾക്ക് 5 മാസം കൊണ്ട് എന്റെ 50 കിലോ കുറയ്ക്കാൻ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 1 കോടി രൂപ തരേണ്ടി വരും. പറഞ്ഞ നിബന്ധനകളൊക്കെ സമ്മതമാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ആശാനെ, വേണമെങ്കിൽ 5 കിലോ എക്സ്ട്രാ ആയിട്ട് കുറച്ച് വന്നേക്കാം. ഈ തോത്താറാമൻ ഇതൊന്നും അത്ര പുത്തരിയല്ല. ഒരു ഫ്രീ ഓഫർ. 50ന്റെ കൂടെ ഒരു 5 കിലോ കൂടി ഫ്രീ ആയിട്ട് കുറയ്ക്കാം. വരൂ, ആദ്യം നമുക്ക് ട്രേഡ് മില്ലിൽ നിന്ന് തുടങ്ങാം. ഓരോ പവൻകുമാർ വേഗം അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ നോക്കാം. ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ എപ്പോഴേ റെഡിയാണ്. ചേട്ടാ, അതിന് ഇവർ ആകെ 50 കിലോയിലേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതും കൂടെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണാനേ ഉണ്ടാവുകയില്ല. അല്ല, ചേട്ടന്റെ മെമ്മറി എങ്ങനെ ലോസ് ആയോ? ചേട്ടന്റെ വെയിറ്റിലെ കുറയ്ക്കണമെന്ന് പറഞ്ഞതാ. അത് എന്റെ വെയിറ്റ് തന്നെ കുറയ്ക്കേണ്ടത്. എന്താ വല്ല സംശയമുണ്ടോ? ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? ചേട്ടന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇയാൾ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? എടോ ഭരത്തലയാ, എന്റെ ഈ അരിയനാണ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുള്ളതാ. എനിക്കാണെങ്കിൽ ഓടാൻ പോലും പറ്റില്ല. അയ്യോ ചേട്ടൻ പേടിക്കണ്ട, ഞാൻ എല്ലാം ചെയ്തോളാന്നേ. കണ്ടില്ലേ, എന്റെ അരിയൻ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ശരി, ഇനി എന്റെ തടി കുറയ്ക്കണം, വേഗമാകട്ടെ. അല്ലേട്ടാ, ഇയാൾ ഓടിക്കഴിഞ്ഞാലേ ചേട്ടന്റെ വെയിറ്റ് എങ്ങനെയാ കുറയുക? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നാളെ വരെ ആലോചിക്കാനുള്ള സമയമുണ്ട്. അഥവാ പറ്റില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 1 കോടി രൂപയ്ക്ക് തന്നേക്കുന്നേ. സാവധാനം ആലോചിച്ചിട്ട് പറഞ്ഞാ മതിയത്തെ. ഇത് ശരിയായ നടപടിയല്ല. അഥവാ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അതൊക്കെ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ചേട്ടാ, നമ്മൾ കുടുങ്ങിയല്ലോ. ചേട്ടാ ശരിക്കും കുടുക്കല് കുമാരെ. ചേട്ടന് പറ്റിക്കാൻ പറ്റിയ ഇരകൾ ഇടക്കിടക്ക് ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നില്ലേ, എന്ത് 1 കോടി രൂപയെങ്കിലും ഒപ്പിക്കാതെ ഞാൻ വിടില്ല എന്ന്. എന്താ പിന്നെ തോത്താറാമേ, നമുക്ക് നാളെ കാണാം. നാളെ തടി കുറയ്ക്കാനുള്ള ട്രെയിനിങ് തുടങ്ങാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പൈസയൊക്കെ തന്നേക്കാം. എന്തായാലും ചേട്ടാ, അവന്മാര് നമുക്ക് ടെട്ടിന്റെ പണിയായിപ്പോല്ലോ തന്നത്. നമ്മളെ സഹായിക്കാനായിട്ട് ഹണിക്കും പണിക്കും മാത്രമേ കഴിയുള്ളൂ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. മോളിൽ മൊത്തം ക്ലീനായി. നീ താഴെ കൂടി ഒന്ന് പോളിഷ് ചെയ്യണം. പോപ്പട്ടെ, ഈ പോപ്പട്ടെ എവിടെ പോയി? വല്ലാണ്ട് കള്ളത്തരം പഠിച്ചിരിക്കുക. ഓടിപ്പോയി കാണും. ഈ ഫർണിച്ചർ എടുത്ത് മാറ്റാ. ഇതാ കേട്ടില്ലേ, സ്വന്തമായിട്ട് ഒരു പണിയും ചെയ്യില്ല, എന്നിട്ട് ഒളിച്ചിരുന്നിട്ട് ഓർഡർ തന്നോണ്ടിരിക്കുക. പോപ്പന്റെ ശബ്ദം ദേ അതിന്റെ അടിയുന്നാ കേക്കുന്നേ. നിനക്കെന്താടാ കണ്ണ് കണ്ടോടാ കഴുതേ? എന്നെ കളിയാക്കി ചിരിക്കുന്നോടാ. നിന്റെ കളർ ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. അയ്യോ ചേട്ടാ, എന്നെ രക്ഷിക്ക ചേട്ടാ. അയ്യോ, നിനക്കൊക്കെ ഹോളി ആഘോഷിക്കണമെങ്കിൽ തനിച്ച് ആഘോഷിച്ചാ പോരെ. എന്റെ അടുത്ത് കളിച്ചാലേ ആദ്യ ഷേപ്പ് ഞാൻ മറ്റും പറഞ്ഞേക്കാം. എന്താ എന്ത് പറ്റി? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇന്ന് ചേട്ടന്റെ ദിവസം ശരിയല്ല. നിങ്ങൾ വാർണിഷ് തന്നെ അടിച്ചോളൂ. ആ തടിയൻ അവിടെ ഒന്ന് വലിയ ഡയലോഗ് അടിച്ചത്. ആരാ അടിച്ചത്? എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഒരാള് വന്നിരുന്നു. അയാൾക്ക് 5 മാസം കൊണ്ട് 50 കിലോ കുറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. 5 ലക്ഷം തരാന്ന് പറഞ്ഞപ്പോ ഞാൻ അത്യാഗ്രഹം കൊണ്ട് സമ്മതിച്ചു പോയടാ. എന്നാ ഭാരം കുറച്ചു കൊടുത്തുകൂടെ? നീ ഒരു ബെസ്റ്റ് ട്രെയിനർ അല്ലേ? സംശയമുണ്ടോ? അതിനാ തടിയൻ വലിയൊരു ഫ്രോഡാണെന്നേ. അയാൾ എക്സസൈസ് ചെയ്യില്ലെന്നാ പറഞ്ഞത്. അയാൾ അനിയനെ കൊണ്ട് ചെയ്യിക്കും. അത് കളിയാക്കാൻ പറഞ്ഞായിരിക്കും. പറ്റില്ലെന്ന് പറഞ്ഞ പോരായിരുന്നോ?
അയാളോടെ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അഗ്രിമെന്റിൽ സൈൻ ചെയ്തു പോയി. ഈ 5 മാസം കൊണ്ട് 50 കിലോ കുറച്ചില്ലെങ്കിലേ ഞാൻ അങ്ങക്ക് 1 കോടി രൂപ കൊടുക്കേണ്ടി വരും. അയാൾ ശരിക്കും ഒരു തട്ടിപ്പുകാരനായിരിക്കും. അതെ, ചേട്ടായിക്കാണെങ്കിൽ ചിന്തിക്കാനുള്ള സമയവും കിട്ടിയില്ല, കുടുങ്ങിപ്പോയി. ആ തടിയിലാണെങ്കിൽ റിക്ലൈനർ ഇതൊന്നും എനിക്ക് പോലും ഇല്ല. എന്റെ കൂട്ടുകാരെ, 1 കോടിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിൽക്കേണ്ടി വരും. എന്നാലും പറ്റില്ലല്ലോ. നിന്നെ വാങ്ങാൻ വേണ്ടി 1 കോടി രൂപ ആര് കൊടുക്കാനാ? നീ മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ കൈയും കാലും കെട്ടി തന്നെ ഞാൻ കൊണ്ട് റെയിൽവേ ട്രാക്കിലിടും. പറഞ്ഞേക്കാം, മനസ്സിലായോ? നിങ്ങൾ അയാൾക്ക് 10 പൈസ കൊടുക്കണ്ട. നാളെ അയാളെ ട്രെയിനിങ്ങിനായി ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തണം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ എല്ലാം ശരിയാവും. ഓക്കെ. ഓക്കെ. അല്ല, ഈ തോത്താറാബ് ഇതവിടെ പോയി. ദാ വരുന്നുണ്ട്. ചേട്ടായി, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി, അതാ വരാൻ ലേറ്റ് ആയത്. അതിന് മാത്രം എന്താ പറ്റിയത്? വീട്ടിലേക്ക് പോകുന്ന വഴി ഗട്ടറിലാകാനും വീണോ? ചേട്ടായി ഒരു സിംഹം ആക്രമിച്ചു. സിംഹമോ? അതെ ചേട്ടാ, നഗരത്തിലെ ഒരുപാട് സിംഹങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒറ്റ മനുഷ്യരെയും വെറുതെ വിടുന്നില്ല. അയ്യോ, ഒരു തത്തയായ താറത്തിലാണോ സിംഹത്തിനെ പോലെ കിടന്ന് അലറുന്നത്? താറത്ത എന്നെ പേടിപ്പിക്കുകയാണോ? അയ്യോ എന്റെ ഭായ്, അത് സിംഹത്തിന്റെ ശബ്ദമാണ്, എന്റേതല്ല. ചേട്ടാ, ഇത് ആ സിംഹം തന്നെയാ. ചേട്ടനെ കടിച്ചായിരുന്നില്ലേ? അതെ ചേട്ടാ, ഓടിക്കോ. ചേട്ടാ, എന്നെ കൂടെ കൊണ്ടുപോ. ചേട്ടാ, ചേട്ടാ. അല്ല, കിറ്റ്കിറ്റ് എവിടെ പോയി? ചേട്ടാ, എന്നെ രക്ഷിക്കേ. വേഗം വന്ന് കയറ്. ആ സിംഹങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ പോയി രക്ഷപ്പെടാൻ നോക്ക്. ചേട്ടാ, ചേട്ടാ, ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഞാനെന്താ താജ്മഹലോ മറ്റോ ആണോ? എഴുന്നേൽപ്പിക്കടാ, എഴുന്നേൽപ്പിക്ക. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. വേഗം എന്നെ രക്ഷിക്കടാ. ഇതെന്താ പട്ടിയെ പോലെ കുറയ്ക്കുന്നത്? ഇതെന്താ കലിയുഗം വല്ലതാണോ? എന്റെ ഭായ്, ഇതേ പുറത്തുനിന്ന് ഏതോ ആയുധ ശബ്ദമാണ്. നിങ്ങൾ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്ക്. ഓടിക്കോ. അയ്യോ, എന്നെ ചെയ്യലേ, എന്നെ വെറുതെ വിടണേ. അയ്യോ, അയ്യോ, രക്ഷിക്കണേ, എന്നെ വെറുതെ വിട്ടേക്ക്. അയ്യോ, ഒന്ന് ചെയ്യലേ. ഇനി എന്നെ കൊണ്ട് ഓടാൻ പറ്റില്ല. അയ്യോ, വിയർത്ത് വിളിച്ചേ. അയ്യോ, എനിക്ക് വയ്യ. എവിടെയാ സിംഹം? ഇനി എന്നെ എന്താന്ന് വെച്ചാ ചെയ്തോ. അയ്യോ, രക്ഷിക്കണേ. ആ, രക്ഷപ്പെട്ടു. ഇനി ഏതായാലും വേറെ വഴിക്ക് ഓടാം. കൂടുതൽ ഇവിടെ നിൽക്കുന്നത് എന്റെ ജീവൻ തന്നെ ആപത്തായിട്ട് മാറും. എന്റെ ഭായ്, നിങ്ങളുടെ ദിവസം പോക്ക. സിംഹം പോയപ്പോഴേ അതിന്റെ കുട്ടികൾ വന്നു. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, നിക്കടാ സിംഹക്കുട്ടികളെ, വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്, പറഞ്ഞേക്കാം. ഓടിക്കോടാ, ദാ തത്ത വരുന്നു. പേടിച്ചോടിക്കളഞ്ഞു സിംഹക്കുട്ടികളാത്രേ. ആ തത്ത പോയി നമുക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യാം. എടോ തോത്താറാമേ, കണ്ടില്ലേ, ഇവർക്ക് തത്തയെ ഭയങ്കര പേടിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചേട്ടന് സിംഹത്തെ പേടിയാണ്. അയ്യോ, രക്ഷിക്കണേ. ഇവരെന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ. ഇവരുടെ കയ്യിൽ തന്നെ ഒന്ന് രക്ഷിക്കണേ. തോത്താറാമേ, രക്ഷിക്കണേ. എന്റെ ഭായ്, നിങ്ങളെ രക്ഷിക്കാൻ നിന്നാലേ ഇവന്മാരെ എന്റെ ഒരു എല്ല് പോലും ബാക്കി വെച്ചിരിക്കില്ല, അറിയാമോ? അതും ശരിയാണ്. സിംഹത്തിന്റെ ഫാമിലിക്ക് ഒരാഴ്ചത്തേക്ക് ഇയാളെ മതിയാവും. അയ്യോ തോത്താറാമേ, ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് രക്ഷിക്ക്. ഞാൻ ആ എഗ്രിമെന്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഞാൻ പറഞ്ഞ 1 കോടി രൂപയും നീ എനിക്ക് തരണ്ട. അടിപൊളി, ഈ ഡീൽ ഓക്കെയാണ്. അഗ്രിമെന്റ് കീറി കളഞ്ഞേക്ക്. താങ്ക് യു തോത്താറാം, താങ്ക് യു വെരി മച്ച്. ഇനി ഇതുപോലെ താൻ ആരെങ്കിലും പറ്റിക്കാൻ നോക്കിയാൽ ഈ സിംഹങ്ങളെ ഞാൻ തന്റെ അടുത്തേക്ക് അയക്കും, മനസ്സിലായോ തനിക്ക്? ഇല്ല ഇല്ല, ഇത് ഞാൻ ആരെയും പറ്റിക്കില്ല. മാന്യമായി തന്നെ ജോലി ചെയ്ത് കാശ് സമ്പാദിച്ചോളാം. എടാ, വേഗം ഓടിക്കോടാ ഇവിടുന്ന്. കൂട്ടുകാരെ, പുറത്തേക്ക് വാ. അടിപൊളിയായി, നമ്മുടെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു.
ബണ്ണിയുടെ ഐഡിയ അങ്ങനെ ലക്ഷ്യം കണ്ടിരിക്കുന്നു. സംശയമുണ്ടോ? കൂട്ടുകാരെ, നല്ല കാലം എന്റെ 1 കോടി നഷ്ടമായില്ല. ഇതിന് പകരം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പോളിഷ് ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുക. അതിനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എന്താ ചേട്ടാ ഇത്? ദൈവം നമുക്ക് ആവശ്യത്തിന് വാരിക്കോരി തന്നിട്ടില്ലേ? എന്നിട്ടാണോ ഇങ്ങനെ ഒരു ചോദ്യം? ഇവിടെയും ഹണിയുടെ ഫണി ഡയലോഗ് കൊള്ളാം.